ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉപകാരമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരുത്. നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് കോഴികളും താറാവൊക്കെ ഉണ്ട്. നമുക്കത് സെയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കാണുന്ന തരുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ കോൾ ചെയ്യുക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിലൂടെ പറയണമായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് കരിങ്കോഴിയാണുള്ളത്. കരിങ്കോഴി നമുക്ക് ഒരു 1.5 മാസം പ്രായമുള്ള കരിങ്കോഴിയാണ്. ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ ലോങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. എവിടെയാണ് സ്ഥലം ഡീറ്റെയിൽസൊക്കെ പറഞ്ഞാൽ മതി, നമുക്ക് അയച്ചു തരാം. അതുപോലെ ഇത് ഗ്രാമപ്രിയാണ്. ഗ്രാമപ്രിയം 1.5 മാസം പ്രായമുള്ളതാണ്. കഴുത്തേ പൂടയില്ലാത്തതും അതുപോലെ തലയിൽ ചെറിയ തൊപ്പിയുള്ളതും കാണാനൊക്കെ നല്ല ക്യൂട്ടായ നല്ല ഭംഗിയുള്ള കോഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഗ്രാമപ്രിയ നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതും ഗ്രാമപ്രിയ തന്നെയാണ്. അപ്പോൾ ബാക്കി എൻ്റെ കൂട്ടിലുണ്ടായിരുന്നതൊക്കെ സെയിലായിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ ഇതും ബാക്കി കൂട്ടിൽ ഇത് 3 ഉള്ളൂ. ബാക്കി കൂട്ടിൽ ഇത് ഇത്ര കുറച്ചുകൂടി കിടപ്പുണ്ട്. പിന്നെയുള്ള കോഴി ടർക്കിക്കോഴി അല്ലെങ്കിൽ കൽക്കം കോഴി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ഐറ്റം നമുക്ക് 2 കളറുണ്ട്. രണ്ടും പേര് പറയാറുണ്ട്. അപ്പോൾ 2 കളറുണ്ട്. ഇത് ഫുൾ വൈറ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇതുപോലെ പുള്ളികളായിട്ടുള്ളതുണ്ട്. അപ്പോൾ വൈറ്റും കാണാൻ നല്ല ഭംഗിയാണ്. ഈ പുള്ളികളായിട്ടുള്ളതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ചുകൂടി നല്ല വലുതായി കഴിയുമ്പോഴാണ് കറക്റ്റ് നിങ്ങളുടെ ഭംഗി തിരിച്ചറിയാൻ പറ്റും. നല്ല ഭംഗിയാണ്. ശരിക്കൊരു ആണൊക്കെയാണെങ്കിൽ നല്ല മയിലിനെ പോലെയൊക്കെ ഇരിക്കും. വാലൊക്കെ ഇങ്ങനെ വിടർന്ന് ശരിക്കൊരു മയിലിൻ്റെ വാലൊക്കെ ഇങ്ങനെ വിടർന്നിരിക്കില്ലേ, അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലത്തെ കോഴിയാണിത്. പിന്നെ കുറച്ച് ബാക്കിയുള്ള കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് 1.5 മാസം പ്രായമുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇത് നാടൻ താറാവാണ്. നമ്മുടെ സാധാരണ നാടൻ താറാവില്ലേ, അതാണ്. അപ്പോൾ ഇനി ബാക്കി 4 ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഏകദേശം സെയിലായിട്ടുണ്ട്. കുറച്ചുകൂടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് 4 ഫീമെയിലാണ്. ഒരു 4 പെണ്ണെന്ന് പറയുന്നത് നമ്മുടെ പെടത്താറാവെന്ന് പറയൂലേ, അതാണ്. ഇവർ മുട്ടയിടാൻ ആയ താറാവാണ്. ഏകദേശം മുട്ടയിട്ട് തുടങ്ങാറായിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഇനി ഗിനിക്കോഴിയൊക്കെ ഉണ്ട്. കോഴിക്ക് പിന്നെ വേറൊരു പേരും കൂടി പറയുമല്ലോ, വേറെന്തോ പേരും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പേര് വിട്ടുപോയി. അപ്പോൾ ഈ കോഴിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കോഴി കുറച്ച് ചെറുതില്ല കേട്ടോ, വലുതായി കഴിയുമ്പോഴത്തേക്കും ഈ കോഴിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, ശരിക്കും പാമ്പിനൊക്കെ ഭയങ്കര പേടിയാണ്. അതായത് പാമ്പിൻ്റെ കുഞ്ഞ് പാമ്പൊക്കെ ഉണ്ടാവുമല്ലോ, ഈ പാമ്പിൻ്റെ കുഞ്ഞ് അതൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ കണ്ടതിന് ഇത് കൊത്തി നന്നായിട്ട് തിന്നും. അതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ ശല്യം കുറവായിരിക്കും. ഇത് ഭയങ്കര ഒച്ചയെടുക്കും. അതുകൊണ്ട് അതിൻ്റെ ശല്യം കുറവായിരിക്കും. ഈ താറാവാണ് നമ്മുടെ പാത്തത്താറാവ്, അല്ലെങ്കിൽ പ്ലെയിൻ ഡക്ക് എന്നൊക്കെ പറയും. വേറൊരു എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. പ്ലെയിൻ ഇങ്ങനെ പറക്കണ താറാവില്ലേ, അത് തന്നെ പറക്കണ താറാവ്. ആ താറാവാണിത്. ഇതും ഏകദേശം 1.5 മാസത്തോളം പ്രായമായതാണ്. അപ്പോൾ ഇതും സെയിലിനുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നല്ല ഭംഗിയുള്ള താറാവാണ് കേട്ടോ. ഇതിൻ്റെ തള്ളകൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ അതിൻ്റെ തള്ളകളെ കാണിച്ചു തരാം. ഇത് നമ്മുടെ നാടൻ കോഴികളും അതുപോലെ കാപ്പിരിക്കോഴികളും. ശരിക്കും നല്ല ഭംഗിയുള്ള കോഴി കേട്ടോ. ഞാൻ ഈ ഗ്രേ കളറിൽ സത്യമായിട്ട് ആ കളറിനെ ആദ്യമായിട്ട് കാണാം കേട്ടോ. ശരിക്കും എന്തോ പ്രത്യേകത തോന്നിയ കോഴിനെ കണ്ടപ്പോൾ. ഞാൻ കാപ്പിരിക്കോഴി ഒരുപാട് കളർ കണ്ടിട്ടുണ്ടെങ്കിലും ഈ കളർ കാണുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ അതിൻ്റെ ബ്ലാക്കും ഉണ്ടല്ലോ, നല്ല സൂപ്പർ ബ്ലാക്ക് പൂവനാണ് കേട്ടോ. നല്ല രസമുണ്ട് ആ കാപ്പിരി പൂവനെ കാണാനും. ഈ കാപ്പിരീൻ്റെ ഈ കളർ കാണാനും. കാപ്പിരീൻ്റെ ബ്ലാക്കും ഉണ്ട് കേട്ടോ, ബ്ലാക്കും ഉണ്ട്. നല്ല രസമുണ്ട് കോഴികളെ കാണാൻ. അതുപോലെ കംപ്ലീറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു നാടൻ കോഴികളാണെങ്കിലും നല്ല അടിപൊളി പൂവൻ കണ്ട. നല്ല പൂവനൊക്കെ നല്ല മെച്ചുറായി വന്ന ടൈപ്പാണ്. നല്ല ഭംഗിയിൽ ബ്ലാക്ക് ആണെങ്കിലും നല്ല രസമുണ്ട് ബ്ലാക്ക് കാണാൻ. നാടൻ കോഴികളാണെങ്കിലും ബ്ലാക്ക് ഉണ്ട്. പിന്നൊരു 2 കളറും കൂടിയുണ്ട്. കാപ്പിരിക്കുള്ള അതേ കളർ തന്നെ നാടൻ കോഴിക്കുമുണ്ട്. പിന്നെ വേറെ കോഴിയും കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ എന്നൊക്കെ ആലോചിച്ചു.
എടുത്താലോ, പക്ഷേ എല്ലാം നമ്മൾ തന്നെ എടുത്താൽ ഇങ്ങനെ ശരിയാവണം അല്ലേ. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള കോഴികളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഏകദേശം മുട്ടയ്ക്ക് ഇടാൻ തുടങ്ങിയ കോഴികളാണ്. മുട്ടയിടാറായി തുടങ്ങണേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള കോഴികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തീർന്നു പോയി കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ പെട്ടെന്ന് കാണാൻ ഭംഗിയുള്ള കോഴികളൊക്കെ നമ്മൾ അധികം നാളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ശീലം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറയല്ലേ എൻ്റെ BSF ലാർവ ഇതെന്ന് വെച്ചാൽ ഒന്ന് പേടിപ്പിച്ചാണേ. ഈ സാധനം കുപ്പിയിലാക്കി സെയിലുള്ളത്, ഞാൻ കുപ്പിയിലാക്കി സെയിലാക്കിയുള്ളത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് 145 രൂപയാണ് എൻ്റെ അടുത്ത് വില കൊടുത്തേക്കണത്. 100 രൂപയാണ് ഈ കുപ്പിക്ക്. കാരണം ഇത്രയും ഡിമാൻഡായ സാധനങ്ങളാണ്. വെറും വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം, നമുക്ക് ഒരു ചിലവില്ലാതെ 10 പൈസ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഇത്. കണ്ട ചെറിയ കുപ്പിക്ക് 100 രൂപ. ഇപ്പം വേഗം അതൊക്കെ ഉണ്ടാക്കി കൊടുത്തോട്ടാ. അപ്പോൾ ഇത് ഈ കോഴീനെ ഒന്നും കണ്ടപ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചേക്കാവുന്ന കരുതി. ഈ കോഴി കണ്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇറങ്ങിലൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത് 3 കാപ്പിരിയാണ്ട, 2 പെടക്കോഴി, 1 പൂവൻകോഴി. നല്ല രസമില്ലേ കാണാൻ. നിങ്ങൾക്ക് ആർക്ക് ഇത് സെറ്റായിട്ട് വേണോ വേഗം വിളിച്ചു പറഞ്ഞോ, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കൊണ്ടുപോകട്ടെ. ആവശ്യക്കാരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുണ്ട്. പൂവനെ കാണാനും പിടീനെ കാണാനും ഒക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല കാപ്പിരിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ല. നമ്മുടെ വീട്ടിലുണ്ട്, നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ മുമ്പ് ഇതുപോലെ ഇഷ്ടംപോലെ കോഴികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുത്തിട്ട് പിന്നെ രണ്ടാമത് സിറ്റ് ചെയ്തേക്കണാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന കോഴികളൊക്കെ. നമുക്ക് ഓൾറെഡി കാപ്പിരി എല്ലാ ഐറ്റംസ് കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഏകദേശം ഒരു പരുവൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് കൊടുത്ത് പിന്നെ രണ്ടാമത് നമ്മൾ കുറേശ്ശെ കോഴികളെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ചില ആദ്യമുള്ളതൊക്കെ ഏകദേശം പ്രായമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കൊടുത്ത് കളഞ്ഞ്. പിന്നെ രണ്ടാമത് നമ്മൾ ചെറുപ്പക്കാരി കയറ്റി തുടങ്ങിയിരിക്കണം. അപ്പോൾ എല്ലാം വലുതായി വരുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി കോഴികളായിക്കോളും. കാപ്പിരിക്കോഴിയും കുറച്ച് പൂവന്മാരുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇപ്പോൾ രാത്രി വിഷലെടുത്താണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒന്ന് ക്ലിയർ ആവണമെന്നറിയില്ല. എന്നാലും ഇത്രയും കോഴികൾ നാടൻ കോഴികളാണ് കേട്ടോ. ഇതെല്ലാം നാടൻ കോഴികളാണ്. മുട്ടയിട്ട് തുടങ്ങുന്ന പരുവാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൊക്കോട്ടോയിലാണ് കാണിച്ചത്. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് കുഞ്ഞുങ്ങളാണ്, മെച്ചുറായ കുഞ്ഞുങ്ങളല്ല, അഡൾട്ടല്ല, കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തപ്പോൾ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതുമൊക്കെ നമ്മുടെ സെയിലിനുള്ളതാണ് കേട്ടോ. ഇതുമൊക്കെ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇല്ല വേണ്ട കിനിക്കോഴിയുണ്ട്, കൽക്കൻ കോഴിയുണ്ട്, കരിങ്കോഴിയുണ്ട്, പാത്തത്താറാവുണ്ട്, പിന്നെന്താ ഉള്ളത്, നാടൻ താറാവ്, നാടൻ കോഴി, കാപ്പിരിക്കോഴി, ബാക്കിയുള്ള എല്ലാം കൂടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ.